ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിയും പുളിയാണ് കാണിക്കുന്നത്. നമ്മൾക്ക് സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇഞ്ചിയും പുളി അല്ലെങ്കിൽ പുളിയിഞ്ചി എന്നൊക്കെ പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് കേടാകാതിരിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ പുളി നമ്മൾക്ക് കുറച്ചധികം വേണം. വലിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് 2.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി, അപ്പോഴത്തേക്കും ഇത് കുതിർന്ന് കിട്ടും. ചൂടുവെള്ളം ആയതുകൊണ്ട് ഇത് കൈകൊണ്ട് തൊടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇതേപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇതുപോലെ പൊടിയായിട്ട് എരിഞ്ഞ ഇഞ്ചി 1.5 കപ്പ് വേണം നമ്മൾക്ക്. ഏകദേശം 150 ഗ്രാം ഉണ്ടായിരിക്കും. ഇനി വേണ്ടത് 4-5 പച്ചമുളകും 6-7 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയാണ്. ഞാനിതിവിടെ എല്ലാം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളകിന് പകരം ഞാനിവിടെ കാന്താരി മുളകാണ് യൂസ് ചെയ്യുന്നത്. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഇതൊക്കെ അരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ടായിരിക്കും. ചൂടും കുറച്ച് ആറിയിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ പുളിയെല്ലാം നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം അരിച്ച് ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കറിയിൽ ഒഴിക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമ്മൾക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഓർഗാനിക് ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കല്ലും മണ്ണൊന്നും തീരെ ഉണ്ടായിരിക്കത്തില്ല. പെട്ടെന്ന് കറികളിലൊക്കെ ഇട്ട് കൊടുക്കാൻ നമ്മൾക്ക് ഇങ്ങനത്തെ പൊടിയാണ് നല്ലത്. ഞാനിതിവിടെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. പുളി നോക്കിയിട്ട് വേണം നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതേപോലത്തെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇത് 1 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കാന്താരി മുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം. ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഇതരിഞ്ഞതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. പിന്നെ വേണ്ടത് നമ്മൾ എടുത്തു വെച്ച കാന്താരി മുളകാണ്. 5-6 എണ്ണം ഇട്ട് കൊടുക്കാം. ഇതിന് നല്ല എരിവുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് മുളക് പൊടി കുറച്ച് കുറവ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വഴന്ന് വരുംതോറും എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരും. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി ചേരുവകളൊക്കെ വഴറ്റാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എണ്ണ വേസ്റ്റ് ആവത്തില്ല. ഇപ്പോൾ ഇതായത് ഇവിടെ കുറേശ്ശെ വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് കളർ മാറണം. നല്ല പോലെ ബ്രൗൺ കളർ ആകും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ ഇതായത് ഇവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം എണ്ണ നമ്മൾക്കൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇതാത് മുഴുവനായിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണ തന്നെ ഒരു മൺചട്ടിയിലേക്കാണ് ഞാൻ അരിച്ചൊഴിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് പുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ മൺചട്ടി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ ഇതിനകത്തേക്ക് ചൂടുള്ള എണ്ണയാണ് അരിച്ചൊഴിച്ചിട്ടുള്ളത്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. 3 ഉണക്കമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇളക്കി കൊടുത്തതിന് ശേഷം 3 കാന്താരി മുളക് ഇതേപോലെ വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. കറിവേപ്പിലെല്ലാം നല്ല പോലെ മൂത്ത് വരും, ക്രിസ്പി ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. കാരണം മൺചട്ടി ആയതുകൊണ്ട് എണ്ണയൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ടാകും. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ഇഞ്ചി കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം ചൂടായ എണ്ണയിൽ കിടന്ന് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ പുളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അരിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിപ്പം ഇവിടെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചും കൂടെ കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ നടച്ചു വെക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇപ്പോൾ ഇതവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലും കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഇഞ്ചി തീരെ കടിക്കാൻ കിട്ടണ്ട എന്നുള്ളവരാണെങ്കിൽ ചെറിയ മിക്സിയിലൊന്ന് അടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം അത് ചെയ്യുന്നില്ല. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരും. ഇപ്പോൾ ഇതായത് ഇവിടെ കുറേശ്ശെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഓർഗാനിക് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും
പുളിക്ക് അനുസരിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ശർക്കര വേണമായിരുന്നു. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 4 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒരുപാട് കട്ടയായി പോകേണ്ട ആവശ്യമില്ല. ഇത് ചൂടാറുമ്പോൾ നല്ല പോലെ കുറുകി വരും. ഇപ്പോൾ ഇത് അതിവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പുളിയിഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ യൂസ് ചെയ്യരുത്. 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വിളമ്പുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും നല്ല പോലെ കുറുകി വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ഇറക്കി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിരിക്കും തോറും ഒന്നും കൂടെ കുറുകി വരും. ഇപ്പോൾ ഇതാ ഇതിവിടെ കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ടാണ് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. പുളിയിഞ്ചി അത്ര പെട്ടെന്ന് കേടാവാത്തൊരു കറിയാണ്. നമ്മളിത് ഗ്ലാസ് ബോട്ടിലിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചകളോളം ഇത് കേടാകാതിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, വെള്ളമയം തീരെ ഇല്ലാത്ത ഗ്ലാസ് ബോട്ടിലും സ്പൂണും ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് തീരെ കേടാവത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ പുളിയിഞ്ചി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്